ഹലോ ഗായ്സ്, നമ്മുടെ മച്ചാൻ ഇതാ ബോട്ടിൽ കയറാനായി പോയി. അയ്യോ വിധി എന്ന് പറയട്ടെ, ഇതാ ആ ബോട്ട് മുങ്ങിക്കിടക്കുന്നു. ഇനി എന്ത് ചെയ്യും? അദ്ദേഹം അടുത്തതിലോട്ട് പോവുകയാണ്. വേണ്ട വേണ്ട, തിരിച്ചു കയറിപ്പോയി. പാവം. പിന്നെയും അദ്ദേഹത്തിന് കയറാനൊരു ആഗ്രഹം. എന്നാൽ ചാടിക്കേറിയില്ല. ഓ, എന്നിട്ട് എന്തോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. തിരിച്ചു കയറി. ഓ, പോകുന്നില്ല എന്ന് പറഞ്ഞു കാണണം. അതായിരിക്കണം അദ്ദേഹം അതിനെ വെടിവെച്ച് പോയി. എന്നെ കയറ്റിയില്ലെങ്കിൽ ബോട്ടുകൾ രണ്ടും ഒരു മലയായി പോയി. ഇതാ അദ്ദേഹം ദേഷ്യത്തോടെ വണ്ടിക്കരിയിലേക്ക് എവിടേക്കോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സൈഡിൽ കൂടെയൊക്കെ കയറി ഇദ്ദേഹം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. ഓ, ആരെങ്കിലും നിന്നെങ്കിൽ അയാൾ നെഞ്ചത്ത് തന്നെ വണ്ടി വീണേനെ. അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങോട്ടാണ് ഓടുന്നത്? വരൂ, നമുക്കും പോയി നോക്കാം. ഓ, ആരെയോ കോൾ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഓഹോ, ഇതെന്താണ് സാധനം? ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണെന്ന് തോന്നുന്നു. ആ, കൊള്ളാലോ. എന്താണ് ഗൈസ് ഇത്? എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. പറക്കുന്ന സാധനം. കൊള്ളാലോ. കളിപ്പാട്ടമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പുതിയ കളിപ്പാട്ടം വാങ്ങി. പക്ഷെ അദ്ദേഹവും അതിനകത്തുണ്ട് ഗൈസ്. ഇത് താഴോട്ട് പോകുന്നുണ്ട്. കൊള്ളാലോ. അയ്യോ പാവം. നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും അയാൾക്ക് അത്ര രസമായി തോന്നിയില്ല. വീണു ഗൈസ്, നടു ഇടിച്ച് തന്നെ വീണു. അയാൾ വീണത് ജയിലിലാണെന്ന് തോന്നുന്നു ഗൈസ്. ഓ, തോന്നുന്നതല്ല, അതെ, ജയിലിലാണ്. ജയിലിനകത്ത് ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ കളി അത്രയും ആ ജയിലിനുള്ളിൽ തീർക്കുന്നുണ്ട്. അയാൾ നിസ്സാരക്കാരനല്ല കേട്ടോ. ദാ ഗണ്ണൊക്കെ ഉണ്ട് കയ്യിൽ. അയാൾ പോലീസിനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. എന്താണിത്? എന്നിട്ടും അയാളുടെ കലി അടങ്ങിയില്ല. ഓ, പാവപ്പെട്ട മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. പാവമൊന്നുമല്ല, ജയിലിൽ കയറണമെങ്കിൽ എന്തോ. അതാ പറഞ്ഞു തീരുന്നതിന് മുന്നേ അദ്ദേഹത്തിനും വെടികൊണ്ടു. ഈ പോലീസുകാരൊക്കെ എന്ത് നോക്കിയിരിക്കുവാണെന്ന് അറിയാൻ വയ്യ. എല്ലാം തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ടും കലി അടങ്ങിയെന്ന് തോന്നുന്നില്ല. പോലീസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അതിനകത്ത് കയറി ജയിലിൽ നിന്നും പുറത്തു ചാടിയിരിക്കുന്നു ഗൈസ്. ഇനി എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. എന്താണ് പോലീസിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഡാൻസ് ചെയ്യുന്നത്? തോക്കാണ് കയ്യിലുള്ളതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. എന്താണിത്?
ചത്തിരിക്കുന്നു. ഇനി ഇയാൾ ഓടിപ്പോകുന്നു, രക്ഷപ്പെടാനായിരിക്കും. ഞാൻ പ്രതീക്ഷിച്ചു വണ്ടിയിൽ കയറുമെന്ന്, കയറിയില്ല. ഇയാൾക്ക് വണ്ടി കയറിപ്പോയിക്കൂടെ? ഇങ്ങനെ കിടന്ന് ഓടേണ്ട കാര്യം വല്ലതുകൊണ്ടോ? ഗൈസ്, നിങ്ങൾ തന്നെ പറയൂ, ഇതെന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്? പോലീസിനോട് മാത്രമല്ല ദേഷ്യം, ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണുന്ന ചേച്ചി ചേട്ടൻ എല്ലാവരെയും വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഇയാളുടെ തലയ്ക്കോളമാണോ ഗൈസ്? എന്തോ പറയാമെന്ന് ആ ചേച്ചിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. പാവം, ആ ചേച്ചി എന്തോ പറയാനായി ഓടി വന്നതാണെന്ന് തോന്നുന്നു.